ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഇപ്പോൾ ക്രെഡിറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ കളക്ഷൻ ആ ഒരു റെസിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ സെയിൽസിൽ പോയാൽ നമുക്കിവിടെ ഇൻവോയ്സ് ഡ്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ന്യൂവിൽ പോവുക. നമുക്കിവിടെ റെസിപ്റ്റിൻ്റെ ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളിവിടെ കസ്റ്റമറിൻ്റെ ലെഡ്ജർ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് കളക്റ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ് ഏജൻറ്റ് ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ടൊരു സെയിൽസ് ഏജൻറ്റിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ട് സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഇൻവോയ്സ് ഡ്യൂ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ബൈ ഇൻവോയ്സ്, അല്ലെങ്കിൽ ബൈ എമൗണ്ട്, അല്ലെങ്കിൽ ബൈ വാലറ്റ്. ബൈ ഇൻവോയ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഏതൊരു ഇൻവോയ്സിന് എഗെയിൻസ്റ്റാണ് നമ്മൾ ആ ഒരു ഡ്യൂ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 2 ഇൻവോയ്സ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം റിസീവ്ഡ് ഇൻവോയ്സിൽ നമുക്ക് ഈ 2 ഇൻവോയ്സും നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുണ്ട്. അപ്പോൾ ഇതിൽ റിസീവ്ഡ് എമൗണ്ട് എത്രയാണ്, നമുക്ക് ബാലൻസ് ഇവിടെ 5000 ആണ്. റിസീവ്ഡ് എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് 575 ആണ് നമ്മുടെ ഇൻവോയ്സ് എമൗണ്ട്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു 550 തരുള്ളൂ, ഒരു 25 നമ്മൾ തരില്ല എന്നുള്ള ഒരു കേസ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിത് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബാലൻസ് ഇവിടെ 25 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 575 നമുക്ക് റൗണ്ടായിട്ട് വരും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് കേസ് ബൈ എമൗണ്ട്. ബൈ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് ഇതൊരു ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല വരെ, നമ്മളിപ്പോൾ 16,000 ആഡ് ചെയ്തു. അപ്പോൾ ഓരോ ഇൻവോയ്സിൽ നിന്നും ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ളത് ഏതാണോ ആ ഒരു ഇൻവോയ്സിൽ നിന്ന് അതങ്ങനെ നമുക്ക് കുറയായിരിക്കും ചെയ്യാം. നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മളുടെ കയ്യിൽ 5,000-ൻ്റെ ഒരു ഡ്യൂ ആയിട്ടുള്ള ഇൻവോയ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 6,000-ൻ്റെ ഡ്യൂ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ടോട്ടൽ 16,000 ആണ് കൊടുത്തതെങ്കിൽ 5,000-ൻ്റെ 3 എണ്ണം, അതുപോലെ തന്നെ 6,000-ൻ്റെ ആ ഒരു ഇൻവോയ്സിൽ നിന്ന് നമുക്കൊരു 1000 ബാക്കി ബാലൻസ് ഉള്ള 1000 ഈ ഒരു ഇൻവോയ്സിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ആവും. അപ്പോൾ ബാലൻസ് നമുക്ക് ഇവിടെ വരുമ്പോൾ 5,000 ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബൈ എമൗണ്ടിൽ തന്നെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 16,000 കൊടുത്തു. എന്നിട്ട് ഇവിടെ അഡ്വാൻസ് പറഞ്ഞിട്ടുള്ള കോളത്തിൽ നമ്മൾ ടിക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറിൻ്റെ വാലറ്റ് എമൗണ്ടിലേക്ക് ഈ ഒരു 16,000 കൂടി ആഡ് ആവും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളെങ്കിൽ ആഡ് ന്യൂവിൽ വന്നിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. നമ്മൾ ഇനി അതേ ആ ഒരു കസ്റ്റമറിനെ ഒന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബൈ വാലറ്റ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എത്രയാണ് 16,200. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു 16,000 അഡ്വാൻസും അതുപോലെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു 200 ബൈ വാലറ്റ് എമൗണ്ടും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഏതൊരു ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണ് റെസിപ്റ്റ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വാലറ്റ് എമൗണ്ടിൽ നിന്ന് നമുക്കത് ഡയറക്റ്റായിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻവോയ്സ് ഡ്യൂ റെസിപ്റ്റിൻ്റെ കേസിൽ വരുന്നത്.